ഭീതി പരത്തി എലിപ്പനി. മറ്റത്തൂരിൽ എലിപ്പനി ബാധിച്ച യുവാവ് മരിച്ചു. എലിപ്പനിക്കെതിരെ ആരോഗ്യവകുപ്പിന്റെ അതീവ ജാഗ്രതാ നിർദ്ദേശം. ഇന്ധനവില കുതിക്കുന്നു. രണ്ടാഴ്ചയ്ക്കിടെ പെട്രോളിന് 1.25 രൂപയും ഡീസലിന് 2 രൂപയും വർദ്ധിച്ചു. അതിരപ്പള്ളി ഡാം വേണമെന്ന നിലപാട് ആവർത്തിച്ച് വൈദ്യുതി മന്ത്രി എം മണി. ഡാമിനു വേണ്ടി മുന്നണിയിൽ സമവായത്തിന് ശ്രമിക്കുമെന്ന് മന്ത്രി. പ്രളയക്കെടുതിയിൽ പാഠപുസ്തകങ്ങൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച മുതൽ പുസ്തകങ്ങൾ വിതരണം ചെയ്യും. SSLC പരീക്ഷ നീട്ടിവെക്കാൻ സാധ്യത. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മറ്റത്തൂരിൽ എലിപ്പനി ബാധിച്ച യുവാവ് മരിച്ചു. കിഴക്കേക്കോടാലി കോപ്ലിപ്പാടം പീണിക്കപ്പറമ്പിൽ ഭാസ്കരന്റെ മകൻ 42 വയസ്സുള്ള സുരേഷാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അവിവാഹിതനാണ്. കഴിഞ്ഞ 24-നാണ് ഇയാൾക്ക് പനി ബാധിച്ചത്. ഇതേസമയം ജില്ലയിൽ പകർച്ചപ്പനി പടരുകയാണ്. എലിപ്പനി രോഗലക്ഷണത്തോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 54 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 14 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ രക്തപരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല. എലിപ്പനിക്കെതിരെ ആരോഗ്യവിഭാഗം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എലിപ്പനി വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ സ്വയം ചികിത്സയ്ക്കെതിരെ ആരോഗ്യവകുപ്പിന്റെ കർശന നടപടി. ഡോക്ടർമാരുടെ കുറിപ്പില്ലാതെ മരുന്ന് നൽകരുതെന്ന് മെഡിക്കൽ ഷോപ്പുകൾക്ക് നിർദ്ദേശം. എലിപ്പനി വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പനി ബാധിതർ അടിയന്തര ചികിത്സ തേടണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും മുന്നോട്ടുവയ്ക്കുന്നത്. പനി ബാധിച്ച് മെഡിക്കൽ ഷോപ്പുകളിൽ പാരസെറ്റമോൾ അടക്കമുള്ള മരുന്നുകൾ ചോദിച്ചെത്തുന്നവരെ ഡോക്ടറെ കാണാൻ ഉപദേശിക്കണമെന്നും ഡോക്ടറുടെ കുറിപ്പില്ലാതെ ആർക്കും മരുന്നുകൾ നൽകരുതെന്നുമാണ് മെഡിക്കൽ ഷോപ്പ് ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ കഴിക്കാൻ പ്രളയബാധിതർക്ക് ആരോഗ്യവകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എലിപ്പനി ഭീഷണിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വയം ചികിത്സ അപകടകരമാണെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ശാസ്ത്രീയ ചികിത്സ തേടിയവർക്ക് മാത്രം മരുന്ന് വിതരണം ചെയ്താൽ മതിയെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത്. യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇന്ധനവില കുതിക്കുന്നു. ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധമറന്ന രാഷ്ട്രീയ പാർട്ടികൾ. കഴിഞ്ഞ 4 മാസത്തിനിടെ പെട്രോളിനും ഡീസലിനും 4 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത്. മെയ് 11-ന് 77 രൂപ 85 പൈസയുണ്ടായിരുന്ന 1 ലിറ്റർ പെട്രോളിന് സെപ്റ്റംബർ 2 പിന്നിടുമ്പോൾ 81 രൂപ 32 പൈസയായി മാറി. ഡീസലാകട്ടെ 70 രൂപ 81 പൈസയിൽ നിന്നും 75 രൂപ 5 പൈസയായി വർദ്ധിച്ചു. പൈസ കണക്കിൽ ദിവസേന വർദ്ധിപ്പിച്ച് വലിയ ഇരുട്ടടിയാണ് ഉപഭോക്താക്കൾക്കുമേൽ എണ്ണക്കമ്പനികൾ നടത്തുന്നത്. ദിവസേനയുള്ള വിലവ്യത്യാസം വന്നതോടെ സാധാരണക്കാർ കാര്യമായി ശ്രദ്ധിക്കാറില്ലെങ്കിലും മാസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പുള്ള വില അന്വേഷിക്കുമ്പോഴാണ് വർധനവിന്റെ ബാഹുല്യം മനസ്സിലാകുന്നത്. 2 ആഴ്ച കൊണ്ട് മാത്രം വർദ്ധിച്ചത് പെട്രോളിന് 1 രൂപ 72 പൈസയും ഡീസലിന് 1 രൂപ 96 പൈസയുമാണ്. സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന ഇന്ധനവില വർധനവിന് എണ്ണക്കമ്പനികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ നടത്തിവന്ന വിലവർധനവ് ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ താങ്ങാവുന്നതിലും അപ്പുറമാകുമെന്നതിൽ സംശയമില്ല. ദിവസേനയുള്ള വിലവ്യത്യാസം പെട്രോൾ പമ്പുകളെയും ബാധിക്കുന്നുണ്ട്. അതേസമയം ഇന്ധനവില കുതിച്ചുയരുമ്പോഴും ഒരു പ്രതിഷേധം പോലും സംഘടിപ്പിക്കാതെ മാറി നിൽക്കുകയാണ് രാഷ്ട്രീയ പാർട്ടി സംഘടനകൾ. തുടർച്ചയായി ഉണ്ടാകുന്ന ഇന്ധനവില വർധനവ് അവശ്യ സാധനങ്ങളുടെ വിലവർധനവിനും കാരണമാകും. TCV ന്യൂസ്, തൃശൂർ. അതിരപ്പള്ളി ഡാം വേണമെന്ന നിലപാട് ആവർത്തിച്ച വൈദ്യുതി മന്ത്രി എം മണി. പ്രളയത്തിന് ശേഷം ആദ്യമായി പെരിങ്ങൽകുത്തിലെത്തിയതായിരുന്നു മന്ത്രി. അതിരപ്പള്ളി വിഷയത്തിൽ മുന്നണിയിൽ സമവായത്തിന് ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പെരിങ്ങൽകുത്ത് ഡാമിന്റെ കേടായ ജനറേറ്ററുകളും ഷട്ടറുകളും അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്താൻ ആവശ്യമെങ്കിൽ പണം കടം കൊടുക്കുമെന്ന് എം മണി പറഞ്ഞു. ഡാമുകൾ ഒന്നിച്ചു തുറന്നതാണ് പ്രളയത്തിന് കാരണമെന്ന പ്രചാരണം വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് മന്ത്രി പറഞ്ഞു. മഴ അതിശക്തമാവുകയും തമിഴ്നാട് ഡാമുകളിൽ നിന്നും അമിതമായ ജലപ്രവാഹം ഉണ്ടാവുകയും ചെയ്തപ്പോൾ പെരിങ്ങൽകുത്തിൽ നിന്നും പരമാവധി വെള്ളം വിടാതെ മറ്റു മാർഗങ്ങളില്ലായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. ഉരുൾപൊട്ടലുണ്ടായ മുക്കമ്പുഴ കോളനിയും മന്ത്രി സന്ദർശിച്ചു. വി.ഡി. ദേവസി MLA, വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. അഷ്ടമി രോഹിണി ഭക്തി നിർഭരമായി. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണ്ണനെ കണ്ട് തൊഴാൻ ആയിരങ്ങളാണ് എത്തിയത്. ഇതേസമയം പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ശോഭായാത്രകൾ ഒഴിവാക്കിയിരുന്നു. തൃശൂരിലെ മഹാശോഭായാത്രയും ബാലഗോകുലം ഒഴിവാക്കി. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലും ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ഭക്തർക്ക് പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു.
ഉണ്ണിക്കണ്ണന്റെ തിരുനാൾ ഗുരുഭവനപുരിയെ ഭക്തിയിൽ ആറാടിച്ചു. പിറന്നാൾ ദിനത്തിൽ അമ്പാടിക്കണ്ണനെ ഒരു നോക്ക് കാണാൻ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലേക്ക് പതിനായിരങ്ങളാണ് എത്തിയത്. ജന്മാഷ്ടമി നാളിൽ കൃഷ്ണഭക്തരുടെ സംഗമഭൂമിയായി കൃഷ്ണനഗരി മാറി. ക്ഷേത്രവും പരിസരവും കൃഷ്ണസ്തുതികളാൽ ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിൽ 3 നേരം മേളത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയിൽ കാഴ്ചശീവേലിയുണ്ടായിരുന്നു. മേളത്തിന് പെരുവനം കുട്ടന്മാരാരും പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര വിജയന്മാരാരും നേതൃത്വം നൽകി. രാവിലെയും ഉച്ചതിരിഞ്ഞും ഗജരത്നം പത്മനാഭൻ ഗുരുവായൂരപ്പന്റെ സ്വർണ്ണക്കോലമേറ്റി. ഉച്ചയ്ക്ക് നെന്മിനി ബലരാമക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ്, അഡ്മിനിസ്ട്രേറ്റർ എസ് വി ശിശിർ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് പറ ചൊരിഞ്ഞ് എഴുന്നള്ളിപ്പിനെ വരവേറ്റു. തുടർന്ന് കൃഷ്ണ ബലരാമ സംഗമം നടന്നു. ക്ഷേത്ര പരിസരത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് കൂടുതൽ പോലീസിനെ നിയോഗിച്ചിരുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ NCC, സ്റ്റുഡൻസ് പോലീസ് എന്നിവരുടെ സേവനവുമുണ്ടായിരുന്നു. അഷ്ടമി രോഹിണി ദിനത്തിലെ പ്രധാന വഴിപാടായ നെയ്യപ്പം 5,79,975 രൂപയ്ക്കും പാൽപായസം 5,65,600 രൂപയ്ക്കും ഭക്തർ ഷീട്ടാക്കി. കണ്ണന്റെ പിറന്നാൾ സദ്യ കഴിക്കാൻ ഗുരുവായൂരിലെത്തിയത് 1,00,000-ഓളം ഭക്തർ. 20,000 പേർക്കുള്ള സദ്യയാണ് തയ്യാറാക്കുന്നതെന്നാണ് ദേവസ്വം നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ വിഭവങ്ങൾ തയ്യാറാക്കേണ്ടി വന്നു. കാളൻ, ഓലൻ, എരിശ്ശേരി, പുളിഞ്ചി, അവിയൽ, മെഴുക്കുപുരട്ടി, വറുത്തുപ്പേരി, പാൽപ്പായസം, നെയ്പായസം തുടങ്ങിയവ വിഭവങ്ങളായുണ്ടായി. സദ്യയുടെ ആദ്യ പന്തികളിൽ നെയ്പായസവും പിന്നീട് പാൽപ്പായസവുമാണ് വിളമ്പിയത്. രാവിലെ 9 മുതൽ അന്നലക്ഷ്മി ഹാളിലും ഹാളിനോട് ചേർന്ന് പന്തലിലും പുറത്ത് തെക്കേ നടയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലുമായാണ് സദ്യ നൽകിയത്. കൃഷ്ണലീലകളിൽ മനം നിറച്ച് ഗുരുഭവനപുരിയിൽ അഷ്ടമി രോഹിണി ആഘോഷം. ഗുരുവായൂർ നായർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു. പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങളും വാദ്യമേളങ്ങളും ഒഴിവാക്കിയായിരുന്നു ഘോഷയാത്ര. നൂറുകണക്കിന് ഉണ്ണിക്കണ്ണന്മാരും ഗോപികാഗോപന്മാരും പങ്കെടുത്ത ഘോഷയാത്ര കൃഷ്ണനഗരിയിലെത്തിയവർക്ക് ആനന്ദ കാഴ്ചയായി. മമിയൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സമാപിച്ചു. ദേവീദേവന്മാരുടെ തിടമ്പെഴുന്നള്ളിച്ച ജീവത ക്ഷേത്ര സന്നിധികളിൽ എഴുന്നള്ളിച്ചു. കൃഷ്ണലീലകൾ വർണ്ണിക്കുന്ന ഗോപികാ നൃത്തവും ഉണ്ടായിരുന്നു. ആർഭാടങ്ങൾ കുറച്ചപ്പോൾ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു. പ്രളയ ദുരന്തത്തെ തുടർന്ന് വിവാഹം മുടങ്ങിയ 5 യുവതികൾക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. ഇടവേള. വാർത്തയിലേക്ക്. പ്രളയക്കെടുതിയിൽ പാഠപുസ്തകങ്ങൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച മുതൽ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യും. 1 മുതൽ 10 വരെ ക്ലാസുകളിലെ 1, 2 വാല്യം പുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്. അച്ചടി പൂർത്തിയായ പുസ്തകങ്ങൾ അതാത് ജില്ലകളിലെ പുസ്തക ഡിപ്പോകളിൽ എത്തിച്ചു കഴിഞ്ഞു. 36 ലക്ഷം പാഠപുസ്തകങ്ങളാണ് അച്ചടിച്ചിട്ടുള്ളത്. അതേസമയം പ്രളയത്തെ തുടർന്ന് സ്കൂൾ പരീക്ഷകളുടെയും കലാകായിക മേളകളുടെയും നടത്തിപ്പ് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി അടുത്തയാഴ്ച അധ്യാപക സംഘടനകളുടെ യോഗം ചേരും. SSLC പരീക്ഷ നീട്ടുന്നത് സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്യും. അന്തിക്കാട് പുത്തൻപീടിക സെന്റിനറി ഹാളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ 10 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് കല്ലിടവഴി തെറ്റിയിൽ വീട്ടിൽ രാധാകൃഷ്ണനെയാണ് അന്തിക്കാട് SHO PK മനോജ് കുമാർ, SI SR സനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. പോസ്കോ നിയമപ്രകാരം അറസ്റ്റിലായ ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ ബാങ്ക് മാനേജർക്കെതിരെ പോലീസ് കേസെടുത്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറ്റിച്ചിറ ശാഖ മാനേജർ കൊടകര അരീക്കൽ ബാസിനെതിരെയാണ് വെളിക്കുളങ്ങര പോലീസ് കേസെടുത്തത്. ബാങ്കിൽ വെച്ച് ഞായറാഴ്ചയായിരുന്നു പീഡന ശ്രമം നടന്നത്. വയനാട് സ്വദേശിനിയായ ജീവനക്കാരിയെ ഇയാൾ ബാങ്കിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. വാഹനമോഷണം ഉൾപ്പെടെ 60ഓളം മോഷണ കേസിൽ പ്രതിയായ യുവാവിനെ തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി സ്വദേശി രായമരക്കാർ വീട്ടിൽ ഓട്ടോ സുഹൈൽ എന്ന് വിളിക്കുന്ന സുഹൈലാണ് അറസ്റ്റിലായത്. എരുന്നല്ലൂരിലെ ലോറി മോഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. മോഷണക്കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ ജൂണിലാണ് അയാൾ പുറത്തിറങ്ങിയത്. ജയിലിറങ്ങിയ ശേഷം മേങ്ങണ്ടീർ, മതിലകം, കോതപ്പറമ്പ് എന്നിവിടങ്ങളിൽ നിന്നായി 4 ലോറികൾ കൂടി മോഷ്ടിച്ചതായി പ്രതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. SP മാരായ TS സിനോജ്, ബാബു K തോമസ്, CI KG സുരേഷ്,
ക്രൈംബ്രാഞ്ച് സ്ക്വാഡ് അംഗങ്ങൾ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കോലഴിയിൽ കാറിൽ കടത്തിയ 15 ലക്ഷം രൂപയുടെ കുഴൽപ്പണം വിയൂർ പോലീസ് പിടികൂടി. വാഹന പരിശോധനയ്ക്കിടെയാണ് കുഴൽപ്പണം കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് മലപ്പുറം മഞ്ചേരി സ്വദേശികളായ അബ്ദുൾ സലാം, ഷറഫുദ്ദീൻ എന്നിവരെ വിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറത്ത് നിന്ന് തൃശൂരിലേക്ക് വരുന്നതിനിടെയാണ് ഇരുവരും പോലീസ് പിടിയിലായത്. പണം നൽകിയ വ്യവസായിയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ്. കുഴൽപ്പണ സംഘം സഞ്ചരിച്ച കാർ കസ്റ്റഡിയിലെടുത്തു. പരിശോധനയ്ക്കിടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ അറകളോടുകൂടിയ സഞ്ചിയിൽ അടുക്കിവെച്ച 2000-ന്റെ നോട്ടുകളാണ് കണ്ടെത്തിയത്. ഗുരുവായൂർ കിഴക്കേ നടയിലെ സത്രം കെട്ടിടത്തിൽ നിന്ന് ഒഴിഞ്ഞ 30 വ്യാപാരികളും താക്കോൽ ദേവസ്വത്തിന് കൈമാറി. ഒരു വർഷത്തിനുള്ളിൽ പുനരധിവാസം നൽകാമെന്ന ധാരണയിലാണ് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ വ്യാപാരികൾ കടമുറികൾ വിട്ടു നൽകിയത്. ദേവസ്വം ഓഫീസിൽ നടന്ന ചടങ്ങിൽ കെ വി അബ്ദുൽ ഖാദർ എം.എൽ.എ, ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസിന് താക്കോലുകൾ കൈമാറി. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ്, ഗുരുവായൂർ മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി എൻ മുരളി, ജനറൽ സെക്രട്ടറി റഹ്മാൻ തിരുനെല്ലൂർ എന്നിവരുടെ നേതൃത്വത്തിൽ ഒഴിഞ്ഞുപോയ 30 വ്യാപാരികളും എത്തിയിരുന്നു. കെട്ടിടം ചൊവ്വാഴ്ച മുതൽ പൊളിച്ചു തുടങ്ങും. ഒരു വർഷത്തിനകം ഇവിടെ ബഹുനില ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനാണ് തീരുമാനം. ഒഴിപ്പിച്ച വ്യാപാരികൾക്ക് ഇതിലാണ് പുനരധിവാസം നൽകുക. അതുവരെ താൽക്കാലിക സംവിധാനം ഒരുക്കും. ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം തുടരുന്നു. എറണാകുളത്തിനും ഇടപ്പള്ളിക്കും ഇടയിൽ ട്രാക്ക് നവീകരണം നടക്കുന്നതിനാലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒക്ടോബർ 6 വരെയുള്ള തീയതികളിൽ 15 ദിവസങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകും. തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി ഒരുങ്ങുന്നു. വിമാനത്താവള മാതൃകയിലാണ് സ്റ്റാൻഡ് നവീകരിക്കുന്നത്. 5.5 കോടി രൂപ ചെലവിട്ടാണ് വടക്കേ ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വടക്കേ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മാറ്റുന്നത് സംബന്ധിച്ച് തിങ്കളാഴ്ച ചേരുന്ന കൌൺസിൽ യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. കോർപ്പറേഷന്റെ തന്നെ വടക്കേ ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ബസ് സ്റ്റാൻഡ് താൽക്കാലികമായി മാറ്റുന്നത്. സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് വടക്കേ ബസ് സ്റ്റാൻഡ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. ഒരു വർഷത്തിനകം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 6000-ഓളം സ്ക്വയർ ഫീറ്റിലാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. ചുറ്റും ചെങ്കല്ലുകൊണ്ട് മതിൽക്കെട്ട് തീർത്ത് പരമ്പരാഗത സൗന്ദര്യമൊരുക്കും. പോലീസ് എയ്ഡ് പോസ്റ്റ്, സ്ത്രീകൾക്ക് മുലയൂട്ടൽ കേന്ദ്രം, വെയിറ്റിംഗ് റൂം, മിനി ക്ലിനിക്, അന്വേഷണ കൗണ്ടർ, ബസ് ഡ്രൈവർ ചേംബർ, ATM കൗണ്ടർ, ബസ് പാർക്കിംഗ് കേന്ദ്രം, റെസ്റ്റോറന്റ് എന്നിവ ആധുനിക ബസ് സ്റ്റാൻഡിലുണ്ടാകും. നിലവിൽ സ്റ്റാൻഡിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് വാടക ഇനത്തിൽ 1,73,100 രൂപയാണ് ലഭിക്കുന്നത്. ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് വാടക ഇനത്തിൽ പ്രതിമാസം 15 ലക്ഷം രൂപയുടെ അധിക വരുമാനമാണ് കോർപ്പറേഷൻ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് TCV. ദുരിതബാധിതർക്കുള്ള സഹായധന വിതരണത്തിനായി ജില്ലയിൽ ട്രഷറികൾ തുറന്നു പ്രവർത്തിച്ചു. 10,000 രൂപയുടെ അടിയന്തര സഹായം 20,000-ഓളം പേർക്ക് വിതരണം ചെയ്തതായി കളക്ടർ TV അനുപമ. ജില്ലയിൽ 64,190 പേരാണ് 10,000 രൂപയുടെ ധനസഹായത്തിനായി ഇതുവരെ അർഹത നേടിയിട്ടുള്ളത്. ഇതിൽ 19,496 പേർക്ക് ഇതുവരെ തുക വിതരണം ചെയ്തു കഴിഞ്ഞതായി കളക്ടർ വ്യക്തമാക്കി. നമ്മുടെ ജില്ലയിൽ വീട് മുഴുവനായിട്ട് തകർന്നായിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന 3,597 പേരാണ്. അപ്പോൾ അവരുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി അവരുടെ എല്ലാവരുടെയും എസ്റ്റിമേറ്റ് എടുക്കുന്ന ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അർഹരായവരെ കണ്ടെത്തുവാനായുള്ള നടപടിക്രമങ്ങൾ തുടർന്നു വരികയാണ്. ദുരിതാശ്വാസ സഹായധനമടക്കമുള്ള ജില്ലയിലെ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഇതുവരെ 100 കോടി രൂപയോളം ജില്ലയ്ക്ക് അനുവദിച്ചതായും കളക്ടർ TV അനുപമ TCVയോട് പറഞ്ഞു. ജില്ലയിൽ വീടുകൾ പൂർണ്ണമായി തകർന്നവർക്കായി സർക്കാർ പ്രത്യേക പാക്കേജ് ഉടൻ പ്രഖ്യാപിക്കും. ഇനി സർക്കാർ ഇപ്പോൾ ഒരു ആക്ഷൻ പ്ലാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ ഫണ്ടും അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ട് 1-2 വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വില്ലിംഗ് ആയിട്ട് നിരവധി പേര് വരുന്നുണ്ട്. അപ്പോൾ രണ്ടും പൂൾ ചെയ്തുകൊണ്ട് എല്ലാവർക്കും വീട് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഗവൺമെൻറ് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ലൈഫിൻ്റെ എലമെൻറ്റ്സ് അതിൽ വരും. കാരണം ലൈഫിന് വേണ്ടിയിട്ടൊരു വിഹിതം മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ PMAY സ്കീമുണ്ട്. അപ്പോൾ അതെല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ളതായിരിക്കും തീർച്ചയായും ഓരോ ജില്ലയിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. 3,500-ലേറെ പേരാണ് വീടുകൾ പൂർണ്ണമായും തകർന്ന് സ്ഥിരമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ലൈഫ് പദ്ധതിയുമായി സഹകരിച്ച് ഇവർക്കായി പ്രത്യേക പുനരധിവാസ പാക്കേജാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്ന് കളക്ടർ TCVയോട് പറഞ്ഞു. പ്രളയാനന്തര കേരളത്തിന്റെ സമ്പദ്ഘടനയെ സംരക്ഷിക്കാൻ വിദ്യാഭ്യാസ രംഗത്ത് മേളകളും കലോത്സവങ്ങളും നിർത്തിവെച്ച് ധൂർത്ത് ഒഴിവാക്കണമെന്ന ആവശ്യം ഉയരുന്നു. ഈ വർഷത്തെ കലാമേള വേണ്ടെന്ന് CBSE തീരുമാനം എടുത്തു കഴിഞ്ഞു. വലിയ തോതിലുള്ള പണമാണ് ഇത്തരം മേളകളുടെ സംഘാടനത്തിനായി ചിലവഴിക്കുന്നത്. കേരളത്തിലെ 163 ഉപജില്ലാ മേളകൾക്കും ഓരോന്നിനും 1,50,000 മുതൽ 3 ലക്ഷം രൂപ വരെയാണ് വകയിരുത്തിയിട്ടുള്ളത്.
14 ജില്ലാ കലാമേളകൾക്ക് ഓരോന്നിനും 13 ലക്ഷം മുതൽ 32 ലക്ഷം വരെ അനുവദിച്ചിട്ടുണ്ട്. ഈ തുക സംസ്ഥാന ബജറ്റിൽ നിന്നുമാണ് ചിലവഴിക്കുന്നത്. ജൂൺ മാസത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം ഏതാണ്ട് 6 കോടി രൂപയാണ് ഇത്തരത്തിൽ ചിലവഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന തലത്തിൽ നടക്കുന്ന മേളയ്ക്കായി ചിലവഴിക്കുന്ന തുക വേറെയാണ്. അതും 7 കോടി രൂപയോളം വരും. ഇതുകൂടാതെ 163 ഉപജില്ലാ മേളകൾക്കുമായി ശരാശരി 7 മുതൽ 10 ലക്ഷം രൂപയെങ്കിലും പ്രാദേശികമായി കണ്ടെത്താറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ഉപജില്ലാ കലാമേള നടത്താൻ സർക്കാർ വിഹിതവും പ്രാദേശിക വിഹിതവും കൂട്ടി 10 ലക്ഷം രൂപ ശരാശരി കണക്കാക്കിയാൽ ചെലവ് 16 കോടി രൂപ. ജില്ലാ മേളകൾക്കായി ഏതാണ്ട് 3 കോടിയോളം സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. പ്രാദേശികമായി 3 കോടിയെങ്കിലും അധികമായി കണ്ടെത്തേണ്ടി വരും. മൊത്തം ജില്ലാ മേളയുടെ ചെലവ് 6 കോടി രൂപയോളം വരും. സംസ്ഥാന മേളയ്ക്കായി കുറഞ്ഞത് 8 മുതൽ 9 കോടിയെങ്കിലും സംസ്ഥാന സർക്കാരും പ്രാദേശിക സമൂഹവും ചേർന്ന് ചിലവഴിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇത്തരം കലാമേളകൾക്കായി മൊത്തം ചിലവ് ഏകദേശം 30 കോടിയോളം രൂപയാണ്. കുട്ടികളുടെ രക്ഷിതാക്കളും സ്കൂളും ചിലവഴിക്കുന്ന സംഖ്യ അത്രത്തോളമോ അതിന് ഇരട്ടിയോ വരുമെന്ന് കണക്കാക്കിയാൽ തന്നെ കുറഞ്ഞത് 60 മുതൽ 70 കോടി രൂപ വരെ ഒരു വർഷം സ്കൂൾ കലാമേളകൾക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ധൂർത്തുകൾ ഒഴിവാക്കണമെന്നത് പൊതുവികാരമാണെന്ന് കൊടുങ്ങല്ലൂർ കോഴിക്കുളങ്ങര യൂണിയൻ LP സ്കൂൾ അധ്യാപകനും പൊതുപ്രവർത്തകനുമായ വി മനോജ് പറയുന്നു. ഈ വർഷം നമ്മൾ ഇത്തരം മേളകൾ നടത്തേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിക്കണം. പഞ്ചായത്ത്, ഉപജില്ല അല്ലെങ്കിൽ ബ്ലോക്ക് തലങ്ങളിലേക്ക് സ്കൂൾ മേളകളെ അവസാനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള വളരെ ഡൈനാമിക് ആയിട്ടുള്ള ചില തീരുമാനങ്ങളിലേക്ക് കേരളീയ സമൂഹത്തിന് മുന്നോട്ട് പോയാൽ മാത്രമാണ് അത് വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കലാപ്രവർത്തനങ്ങൾക്കും എന്തിന് സാംസ്കാരിക ഇടപെടലുകൾക്കും വരെ സഹായകരമാകൂ എന്നുള്ളതാണ് വിദ്യാഭ്യാസ വിദഗ്ധരും ആ മേഖലയിൽ ഇടപെടുന്ന സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകരും അധ്യാപകരും ആഗ്രഹിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഈ വർഷം സ്കൂൾ കലാമേളകൾ നിർത്തിവെക്കണമെന്നുള്ള ഒരു ആവശ്യം ഇവിടെ ഉന്നയിക്കുകയാണ്. കലാമേളകളുടെ അത്ര വരില്ലെങ്കിലും സ്കൂൾ ശാസ്ത്രമേള, കായികമേള എന്നിവയ്ക്ക് വേണ്ടിയും വലിയൊരു തുക ചിലവഴിക്കുന്നുണ്ട്. CBSE മേളകൾ ഇതിനോടകം വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞു. മേളകൾക്കാവശ്യമായ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്നവർ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് ഇത്തരമൊരു തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയാത്തതെന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. വാർത്തയിലേക്ക്. ഇനി TCV ന്യൂസ് ക്യാമ്പയിൻ അതിജീവനം അനിവാര്യം. ജില്ലയിൽ എലിപ്പനിക്കെതിരെ അതീവ ജാഗ്രത. മാലിന്യ സംസ്കരണവും രോഗപ്രതിരോധ നടപടികളും കാര്യക്ഷമമാക്കാൻ നിർദ്ദേശം. അജൈവ മാലിന്യ സംസ്കരണത്തിനായി വികേന്ദ്രീകൃത സംവിധാനവുമായി ജില്ലാ ഭരണകൂടം. എലിപ്പനിക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും നൽകിയിട്ടുള്ളത്. പ്രളയത്തിൽ കുരുങ്ങിയവരും രക്ഷാപ്രവർത്തനം നടത്തിയവരും നിർബന്ധമായും ഡോക്സിസൈക്ലിൻ പ്രതിരോധ ഗുളികകൾ കഴിക്കണമെന്ന കർശന നിർദ്ദേശം ആരോഗ്യവകുപ്പ് പൊതുസമൂഹത്തിനായി നേരത്തെ നൽകിയിട്ടുണ്ട്. പ്രതിരോധ മരുന്ന് കഴിക്കുന്നതിനൊപ്പം സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ കൃത്യമായ ചികിത്സ തേടണമെന്ന് ജില്ലാ കളക്ടർ TV അനുപമ വിശദമാക്കി. ഒരു രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സാധാരണത്തെ പോലെ സ്വയം ചികിത്സയ്ക്ക് മുതിരാതിരിക്കുക. നമ്മൾ എപ്പോഴാണെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു പാരസെറ്റമോൾ കഴിക്കുന്നതൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ അത് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിലേക്ക് എപ്പോഴെങ്കിലും എക്സ്പോഷർ ഉണ്ടായിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ പ്രാക്ടീഷണറെ കണ്ടുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ പരിശോധിപ്പിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ആരോഗ്യ പ്രതിരോധ നടപടികൾക്കൊപ്പം ശുചീകരണം, മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൃഗാവശിഷ്ടങ്ങളും മറ്റ് ജൈവ മാലിന്യങ്ങളും കൃത്യമായി സംസ്കരിക്കാൻ ജാഗ്രത പാലിക്കണം. അതേസമയം അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വികേന്ദ്രീകൃത സംവിധാനങ്ങൾ സജ്ജമാക്കിയതായും ജനങ്ങളുടെ സഹകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണെന്നും കളക്ടർ വ്യക്തമാക്കി. ഫർണിച്ചറും വേസ്റ്റും പോലെയുള്ളത് ഡംപ് ചെയ്യുന്നതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് പഞ്ചായത്ത് ലെവലിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ളൊരു യാർഡിലെത്തിക്കാം. അവിടുന്ന് ജില്ലാ തലത്തിൽ നമ്മൾ 7ഓളം യാർഡുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ കേരള കമ്പനിയും പിന്നെ നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് ടൈപ്പുള്ള മറ്റ് ഏജൻസികളും വിത്തിൻ 2 months തന്നെ അത് കൊണ്ടുപോകും. ദുരന്തം ബാധിക്കാത്തവരാണെങ്കിലും ബാധിച്ചവരാണെങ്കിലും ഈ കാര്യത്തിൽ കുറച്ചുകൂടെ കോപ്പറേറ്റ് ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുണ്ട്. വേസ്റ്റ്, പ്ലാസ്റ്റിക്, ഫർണിച്ചർ വേസ്റ്റ് എന്നിവയെല്ലാം ശേഖരിക്കാൻ ജില്ലയുടെ വിവിധയിടങ്ങളിൽ താൽക്കാലിക ഡംപിംഗ് യാർഡുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇത്തരം താൽക്കാലിക മാലിന്യ ശേഖരണ കേന്ദ്രങ്ങൾക്കെതിരെ പ്രാദേശികമായി എതിർപ്പുകൾ ഉയരുന്നുണ്ട്. എന്നാൽ ക്ലീൻ കേരളയുമായി സഹകരിച്ച് വേസ്റ്റ്, ഫർണിച്ചർ, പ്ലാസ്റ്റിക് സാമഗ്രികൾ എന്നിവ 1 മാസത്തിനുള്ളിൽ നീക്കം ചെയ്യാനാണ് പദ്ധതിയെന്നും ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തിയുള്ള ഇത്തരം സംവിധാനങ്ങളുമായി പൊതുസമൂഹം സഹകരിക്കണമെന്നും കളക്ടർ TV അനുപമ അഭ്യർത്ഥിച്ചു.
എലിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾക്കെതിരെ മാലിന്യ നിർമ്മാർജ്ജന നടപടികൾ കാര്യക്ഷമമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയതായും കളക്ടർ അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. പ്രളയക്കെടുതിയിൽ വെള്ളത്തിലായ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അവരുടെ വീടുകൾ താമസയോഗ്യമാക്കാൻ മാളയിലെ പെയിന്റിംഗ് തൊഴിലാളികൾ. മാള കേന്ദ്രീകരിച്ചുള്ള 60ഓളം തൊഴിലാളികളാണ് പാവപ്പെട്ടവർക്ക് വീടുകൾ പെയിന്റ് ചെയ്തു കൊടുക്കുന്നത്. പെയിന്റും ഇവർ തന്നെ കൊണ്ടുവരുന്നു. വെള്ളം കയറി ചുമരുകൾ വൃത്തികേടായ സാധാരണക്കാരുടെ വീടുകളാണ് ഈ കൂട്ടായ്മ ഏറ്റെടുത്ത് പെയിന്റ് ചെയ്യുന്നത്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ 20ലധികം വീടുകളാണ് ഇത്തരത്തിൽ ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. ഒഴിവു ദിനങ്ങളിലാണ് പ്രധാനമായും പെയിന്റിംഗ് നടത്തുന്നതെന്ന് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ബൈജു പാറേക്കാട്ട് പറയുന്നു. കൊച്ചടവ് മേഖലയിൽ ഞങ്ങൾ 20ഓളം പെയിന്റിംഗ് തൊഴിലാളികൾ ചേർന്ന് ഏകദേശം കൊച്ചടവ് ഭാഗത്ത് 10ഓളം വീടുകൾ സൗജന്യമായി ഒഴിവു ദിവസങ്ങളിൽ സൗജന്യമായി പെയിന്റ് ചെയ്ത് നൽകുകയാണ്. കൊച്ചുകടവ്, കള്ളിയാട്, കടലായി, അന്നമനാട, മാള, നേതക്കുടി, പുല്ലൂറ്റ് പ്രദേശങ്ങളിലെ തെരഞ്ഞെടുത്ത വീടുകളാണ് പെയിന്റിംഗ് നടത്തി താമസയോഗ്യമാക്കുന്നത്. ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെയാണ് അർഹരായവരെ ഇവർ കണ്ടെത്തിയത്. ചുമരുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാലിന്യം രോഗബാധയ്ക്കിടയാക്കുമെന്ന അവസ്ഥയിൽ സ്വന്തമായി പെയിന്റിംഗ് നടത്തി താമസിക്കാൻ കഴിയാത്തവർക്ക് ആശ്വാസമാവുകയാണ് ഇവരുടെ പ്രവർത്തനം. സാധാരണക്കാരുടെ നിരവധി വീടുകളാണ് ശുചീകരണം നടത്തി ഇവർ നിറം ചാർത്തിയിരിക്കുന്നത്. കൊച്ചുകടവ് പ്രദേശത്ത് ഇവർ നടത്തിയ സേവനത്തിന് VR സുനിൽകുമാർ MLA തുടക്കം കുറിച്ചത്. പ്രളയക്കെടുതിയിൽ രക്ഷാപ്രവർത്തനം മുതൽ ദുരിതാശ്വാസം വരെ നടത്തിയ മാളയിലെ പെയിന്റിംഗ് തൊഴിലാളികൾ ഇതോടെ നന്മയുള്ള നിറങ്ങളായി മാറുകയാണ്. TCV ന്യൂസ്, മാള. പ്രളയത്തിൽ വീട് തകർന്നവർക്ക് പുതിയ വീട് നിർമ്മിച്ചു നൽകാൻ സന്നദ്ധനായി പ്രവാസി. നന്മയുടെ ആൾരൂപമായത് കല്ലൂർ സ്വദേശി ജെയിംസ്. പ്രളയത്തിൽ തൃക്കൂർ പഞ്ചായത്തിൽ തകർന്നു വീണ വീടുകൾ പുനർനിർമ്മിച്ചു നൽകാൻ തയ്യാറാണെന്ന് പറയാനാണ് കല്ലൂർ സ്വദേശിയായ ചെറുവാൾക്കാരൻ ജെയിംസ് പഞ്ചായത്ത് യോഗത്തിലേക്ക് കടന്നു വന്നത്. പ്രളയക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ട 30 കുടുംബങ്ങളാണ് യോഗത്തിൽ പങ്കെടുത്തത്. പൊതുജന പങ്കാളിത്തത്തോടെ വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള ആശയം ഉടലെടുത്ത സമയത്താണ് പ്രവാസിയായ ജെയിംസ് വീടുകൾ നിർമ്മിച്ചു നൽകാൻ തയ്യാറായി വന്നത്. ബഹ്റിനിൽ ജോലി ചെയ്യുന്ന ജെയിംസ് അവിടെ സമാഹരിച്ച തുകയാണ് വീട് നിർമ്മിക്കാൻ നൽകുന്നത്. 20 വീടുകൾ നിർമ്മിക്കാനുള്ള പണം നൽകാമെന്ന് പഞ്ചായത്തിൽ കൂടിയ യോഗത്തിൽ മന്ത്രി C രവീന്ദ്രനാഥ് ഉൾപ്പെടെയുള്ളവർക്ക് ജെയിംസ് ഉറപ്പ് നൽകി. 80 ലക്ഷം രൂപയാണ് ഇതിനായി നൽകുക. ഈ തുക കൊണ്ട് ലൈഫ് ഭവന പദ്ധതി പ്രകാരമുള്ള 20 വീടുകൾ നിർമ്മിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ഒരു വീടിന് 4 ലക്ഷം രൂപ വീതം നൽകും. 450 ചതുരശ്ര അടിയിലാണ് വീടുകൾ നിർമ്മിക്കുക. ബാക്കിയുള്ള 10 വീടുകൾ പുനർനിർമ്മിക്കാനുള്ള കൂട്ടായ്മയിൽ പങ്കാളിയാകുമെന്നും ജെയിംസ് അധികാരികൾക്ക് വാക്ക് നൽകി. സാധാരണക്കാരായ 30 കുടുംബങ്ങൾക്കാണ് വീട് തകർന്നതോടെ അന്തിയുറങ്ങാൻ ഇടമില്ലാതായത്. തങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ എത്തിയ വ്യക്തിക്ക് കണ്ണീരോടെ കൈകൂപ്പിയാണ് ഓരോരുത്തരും നന്ദി അറിയിച്ചത്. വാക്കുകൾ മുഴുമിപ്പിക്കാൻ കഴിയാതെ പലരും വിതുമ്പി. സർവ്വതും പ്രളയം കവർന്നപ്പോഴും തകരാതിരുന്ന പലരും ഉള്ളു തുറന്ന് വേദനകൾ പങ്കിട്ട വേദി കൂടിയായിരുന്നു തൃക്കൂർ പഞ്ചായത്ത് യോഗം. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമകുട്ടൻ അധ്യക്ഷത വഹിച്ചു. തകർന്നുപോയ വീടുകൾ നിർമ്മിക്കാൻ സന്മനസ് കാണിച്ച ജെയിംസ് നൽകുന്നത് സമൂഹത്തിനുള്ള സേവനമാണെന്നും എല്ലാം തകർന്ന നമ്മുടെ നാടിനെ ഇതുപോലെയുള്ളവർ മാതൃകയും പ്രചോദനവുമാണെന്നും മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പറഞ്ഞു. TCV ന്യൂസ്, പുതുക്കാട്. 40 ചിത്രകാരന്മാർ ക്യാൻവാസിൽ വർണ്ണങ്ങൾ ചാലിച്ചപ്പോൾ ഇതൾ വിരിഞ്ഞത് കാരുണ്യത്തിന്റെ വർണ്ണമുദ്ര. സ്നേഹക്കൂട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ സംഘടിപ്പിച്ച തത്സമയ പെയിന്റിംഗിലൂടെയും വിൽപ്പനയിലൂടെയും ലക്ഷം രൂപയിലധികമാണ് സമാഹരിച്ചത്. ഗുരുവായൂർ കിഴക്കേനടയിൽ നഗരസഭ MMS സ്ക്വയറിലാണ് ചിത്രം വരയും വിൽപ്പനയും നടത്തിയത്. വർണ്ണത്തിൽ ചാലിച്ചെടുക്കുന്ന ചിത്രങ്ങൾ പൂർത്തിയായാലുടൻ ലേലം ചെയ്യുകയായിരുന്നു. ചിത്രകാരൻ ജെയ്സൺ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ വിശ്രമമില്ലാതെ 50ഓളം ചിത്രങ്ങളാണ് വരച്ച് ലേലം ചെയ്തത്. 8 മണിക്കൂർ പാട്ടുപാടിയും കവിത ചൊല്ലിയും കാണികൾ ചിത്രകാരന്മാർക്ക് പ്രചോദനം നൽകി. ഉണ്ണി ചാവക്കാടിന്റെ ചിത്രമാണ് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം പോയത്. ശ്രീകൃഷ്ണന്റെ ചുമർ ചിത്രശൈലിയിലുള്ള ക്യാൻവാസ് പെയിന്റിങ്ങിന് 21,500 രൂപയ്ക്കാണ് ലേലം വിളിച്ചത്. 10 വയസ്സുകാരി ഐഷ സനഹ കുടുക്കയിൽ സമാഹരിച്ച തുക പ്രളയബാധിതർക്കായി KV അബ്ദുൽ ഖാദർ MLA ഏൽപ്പിച്ചത് ചടങ്ങിൽ നൊമ്പരമുണർത്തുന്ന കാഴ്ചയായി. ചിത്രരചനയിൽ തുടക്കക്കാരായവർ മുതൽ ദേശീയ അവാർഡ് ജേതാക്കളടക്കമുള്ളവർ ധനസമാഹരണത്തിനായി ചിത്രം വരയ്ക്കാനെത്തി. മുരളി പെരുന്നെലി MLA, നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ, സംവിധായകൻ അമ്പിളി, ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ, ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ ഹരിദാസ് തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിക്ക് പിന്തുണയുമായി എത്തി. പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ ഡാവിഞ്ചി സുരേഷ് ചിത്രം വരച്ചാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. സ്നേഹക്കൂട് ചെയർമാൻ ശിവജി ഗുരുവായൂർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ബഷീർ പൂക്കോട്, ഫിറോസ് P തായ്പറമ്പിൽ, ഡോക്ടർ A ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. പ്രളയത്തെ തുടർന്ന് ഉപേക്ഷിക്കപ്പെട്ട ജൈവമാലിന്യങ്ങൾ കൊരട്ടി ഗവൺമെന്റ് ഗാന്ധിഗ്രാം ആശുപത്രി വളപ്പിൽ എത്തിക്കാനുള്ള ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. മാലിന്യങ്ങൾ എത്തിക്കുന്നതിന് പറമ്പ് വൃത്തിയാക്കാൻ JCB എത്തിയതോടെ പ്രതിഷേധവും ഉയർന്നു.
പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി ബാലൻ വിളിച്ചുകൂട്ടിയ യോഗത്തിലും തീരുമാനമെടുക്കാനായില്ല. ശുചിത്വ കേരള മിഷൻ ഡയറക്ടർ, ഡെപ്യൂട്ടി തഹസിൽദാർ എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു. ഒഴിഞ്ഞുകിടക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലത്തെത്തിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിക്കുകയും ജൈവമായം മാത്രം സംസ്കരിക്കാനുമായിരുന്നു തീരുമാനം. അജൈവമാലിന്യം തരംതിരിച്ച ശേഷം ശുചിത്വ മിഷൻ പ്രവർത്തകർ തിരികെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് അധികൃതർ വിശദമാക്കി. ക്ഷേത്രകലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അഷ്ടമി രോഹിണി നാളിൽ ഗുരുവായൂർ ദേവസ്വം നൽകിവരുന്ന ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം മിഴാവ് കലാകാരൻ പ്രൊഫസർ PV ഈശ്വരൻ ഉണ്ണിക്ക് സമ്മാനിച്ചു. 25,555 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. ഗായകൻ P ജയചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി അംഗങ്ങളായ AV പ്രശാന്ത്, MV ജയൻ, അഡ്മിനിസ്ട്രേറ്റർ SP ശിശിർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പുരസ്കാര ജേതാവിന്റെ മിഴാവ് തായമ്പകയും ഫ്യൂഷനും കൃഷ്ണാട്ടം അവതാരം കളിയും അരങ്ങേറി. ബാലഗോകുലത്തിന്റെ ജന്മാഷ്ടമി പുരസ്കാരം ഡോക്ടർ സുവർണ നാലപ്പാടിന് ഗുരുവായൂരിൽ സമ്മാനിച്ചു. സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. 50,000 രൂപയും കീർത്തി ഫലകവും അടങ്ങുന്നതാണ് ജന്മാഷ്ടമി പുരസ്കാരം. ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ KP ബാബുരാജൻ പ്രശസ്തി പത്രം സമ്മാനിച്ചു. ബാലസംസ്കാര കേന്ദ്രം വർക്കിംഗ് ചെയർമാൻ NS രാംമോഹൻ അധ്യക്ഷത വഹിച്ചു. ആഞ്ഞം മധുസൂദനൻ നമ്പൂതിരി, കേണൽ വേണുഗോപാൽ, GK രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് C നിവേദിത എന്നിവർ സംസാരിച്ചു. മാളക്കുണ്ടൂരിൽ പ്രളയം തകർത്തത് രാജുവിന്റെ ജീവിതമാർഗം മാത്രമല്ല, ഒട്ടേറെ മിണ്ടാപ്രാണികളെ കൂടിയാണ്. ആഗസ്റ്റ് 15 വരെ നിറയെ പശുക്കളുണ്ടായിരുന്ന കുണ്ടൂരിലെ ഫാമിന്റെ ഇപ്പോഴത്തെ കാഴ്ച ഉടമയായ കുന്നപ്പള്ളി രാജുവിനെ മാത്രമല്ല, കാണുന്ന ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. ആധുനിക സംവിധാനങ്ങളോടെ 25 പശുക്കളുമായി ആഗസ്റ്റ് 15 വരെ പ്രവർത്തിച്ചിരുന്ന ഈ ഫാം നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഒന്നുമല്ലാതായി. വീട്ടിൽ കയറിയ ശേഷം വെള്ളം ഫാമിലേക്ക് എത്തിയപ്പോഴും രാജുവും കുടുംബവും ഫാമിൽ കയറി പശുക്കളെ കയർ മുറിച്ചിട്ടു. രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയിൽ കൺമുന്നിൽ കിടന്ന് ജീവന തുല്യം സ്നേഹിച്ച അവർ പിടഞ്ഞു മരിക്കുന്നത് കാണാനുള്ള മാനസികാവസ്ഥ ഇല്ലാതിരുന്നതിനാലാണ് രാജു ഇങ്ങനെ ചെയ്തത്. പ്രളയശേഷം തനിക്കിവയെ തിരിച്ചു കിട്ടിയില്ലെങ്കിലും ശരി, ജീവനും കൊണ്ട് പശുക്കൾ രക്ഷപ്പെടട്ടെ എന്നാണ് മൃഗസ്നേഹി കൂടിയായ രാജു ചിന്തിച്ചത്. ഏതെങ്കിലും തുരുത്തിലേക്ക് നീന്തിക്കയറുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിലും പ്രളയത്തിനെ മറികടക്കാൻ അവർക്കായില്ല. പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച കുണ്ടൂരിലെ പുഴയിലേക്കാണ് കൂടുതൽ പശുക്കൾ ഒഴുകിപ്പോയത്. തലപൊക്കി പിടിച്ച് പ്രാണനു വേണ്ടി കൈകാലിട്ടടിച്ച് ഒഴുകുന്നത് വീടിന്റെ മുകളിൽ നിന്ന് കണ്ടു നിൽക്കാനേ രാജുവിന് കഴിഞ്ഞുള്ളൂ. താൻ ഓമനിച്ചു വളർത്തി ജീവിതമാർഗമാക്കിയ അവയെ രക്ഷിക്കാൻ കഴിയാതെ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നതിന്റെ വിഷമവും മനസ്സിനെ അലട്ടുന്നുണ്ട്. പശുക്കളിൽ ചിലത് ഫാമിന് സമീപത്തെ ചതുപ്പ് സ്ഥലത്ത് വെള്ളമിറങ്ങിയപ്പോൾ ചത്തുകിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും ശൂന്യമായ ഫാം കെട്ടിടം മാത്രമാണുള്ളത്. ദിവസവും 200 മുതൽ 250 ലിറ്റർ വരെ പാൽ ലഭിച്ചിരുന്ന രാജുവിന്റെ ഫാമിനെ പ്രളയം പൂർണ്ണമായും ഇല്ലാതാക്കിയപ്പോൾ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ രാജു പകച്ചു നിൽക്കുകയാണ്. 15-ാം തീയതി രാവിലെ ഇവിടെ വെള്ളം കയറി തുടങ്ങിയത്. 16-ാം തീയതി ആയപ്പോഴേക്കും നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 10-25 പശുകളിൽ ഇവിടെ കറവ പശു ഉണ്ടായിരുന്നു. അതിനെ ഞങ്ങൾ ആ സമയത്ത് നിർത്താൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നപ്പോൾ ഞങ്ങൾ അഴിച്ചു വിടുകയത്. ഒരു 250-200 പാല് ഞങ്ങൾക്ക് ഇവിടെ കറന്നിരുന്നതാണ്. രാജുവിന്റെ 25 പശുക്കൾ കൂടാതെ മറ്റൊരു സുഹൃത്തിന്റെ ഫാമിലെ 15 പശുക്കളും ഈ ഫാമിൽ നിന്ന് ഒഴുകിപ്പോയിട്ടുണ്ട്. സുഹൃത്തിന്റെ ഫാമിൽ വെള്ളം കയറിയപ്പോൾ ഇവിടെ കൊണ്ട് കെട്ടിയതായിരുന്നു. രാജുവിന്റെ ഫാം മുങ്ങിയപ്പോൾ ഈ പശുക്കളെയും കയറ് മുറിച്ച് വിടുകയായിരുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ചൊരുക്കിയ ഹൈഡ്രോപോണിക്സ് സംവിധാനവും വെള്ളപ്പാച്ചിലിൽ തകർന്നു. ജീവിതമാർഗം പ്രളയം കൊണ്ടുപോയപ്പോൾ ഈ ക്ഷീരകർഷകൻ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ കടുത്ത നിരാശയിലാണ്. TCV ന്യൂസ്, മാള. ഇടവേള. വാർത്തയിലേക്ക്. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ളത്തിന്റെ പ്രാഥമിക പരിശോധന സൗജന്യമായി തൃശൂർ മേഖല ജലപരിശോധനാ കേന്ദ്രത്തിൽ ചെയ്തു കൊടുക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
പരിശോധിക്കുന്നതിനുള്ള വെള്ളത്തിന്റെ സാമ്പിളുകൾ കിഴക്കുംപാട്ടുകരയിലുള്ള കേരള വാട്ടർ അതോറിറ്റിയുടെ ക്വാളിറ്റി കൺട്രോൾ സബ് ഡിവിഷൻ കേന്ദ്രത്തിൽ എത്തിക്കണം. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് സമയം. വൃത്തിയുള്ള പാത്രത്തിൽ 1 ലിറ്റർ വെള്ളമാണ് എത്തിക്കേണ്ടത്. പാത്രത്തിൽ ഉടമയുടെ പേരും പൂർണ്ണമായ വിലാസവും ഫോൺ നമ്പറുകളുമെല്ലാം രേഖപ്പെടുത്തുകയും വേണം. എരുമപ്പെട്ടി പാഴിയോട്ടുമുറി പാടശേഖരത്തിലെ തോടുകളിൽ നിന്ന് നഞ്ഞ് കലക്കി മീൻ പിടിക്കുന്നത് പതിവാകുന്നു. മഴ മാറി വെള്ളം കുറഞ്ഞതോടെയാണ് മീൻപിടുത്തം വ്യാപകമായത്. വയലുകളിലും തോടുകളിലും വെള്ളം കെട്ടിനിർത്തിയാണ് നഞ്ഞ് കലക്കുന്നത്. ഇതിനെ തുടർന്ന് പൊടിമീനുകൾ ഉൾപ്പെടെ കൂട്ടത്തോടെ ചത്തുപൊന്തുകയാണ്. വലിയ മീനുകളെ മാത്രമാണ് പിടുത്തക്കാർ കൊണ്ടുപോകുന്നത്. സമീപ കുളങ്ങളിലെ മത്സ്യകൃഷിക്കും നഞ്ഞ് ദോഷകരമായി ബാധിക്കും. കൂടാതെ ഈ മത്സ്യങ്ങൾ ഭക്ഷിക്കുന്നത് രോഗങ്ങൾക്ക് കാരണമാകുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പ് കോർഡിനേറ്ററുടെ പരാതി പ്രകാരം എരുമപ്പെട്ടി പോലീസ് അന്വേഷണം നടത്തി. നഞ്ഞ് കലക്കിയുള്ള മീൻപിടുത്തം ഫിഷറീസ് വകുപ്പ് നിയമപരമായി നിരോധിച്ചിട്ടുള്ളതാണ്. മത്സ്യസമ്പത്ത് വിഷം കലക്കി നശിപ്പിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യമാണ്. 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷയായി ലഭിക്കുക. ചെറുപ്പ പടിഞ്ഞാട്ടുമുറി പുത്തൻകുളത്തിന് സമീപം വീട് പൂർണ്ണമായും തകർന്നു വീണു. ബ്രഹ്മസം വീട്ടിൽ രാഘവന്റെ വീടാണ് തകർന്നു വീണത്. പ്രളയത്തെ തുടർന്ന് രാഘവനും മകനും ഭാര്യയും മക്കളും ചേർപ്പിലെ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു. ഇവർ ക്യാമ്പിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് വീട് പൂർണ്ണമായും തകർന്ന നിലയിൽ കണ്ടത്. വീട് തകർന്നതിനാൽ ഇപ്പോൾ അയൽവാസിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീണതിനാൽ വീട്ടിലുണ്ടായിരുന്ന വസ്ത്രമടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങളും നിരവധി രേഖകളും നശിച്ച നിലയിലാണ്. വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് അധികൃതരും സ്ഥലം സന്ദർശിച്ചു. കുഴൂർ SNDP ഹാൾ 4 ദിവസം മുൻപ് വരെ ഷഹനാസിന് ദുരിതാശ്വാസ ക്യാമ്പായിരുന്നുവെങ്കിൽ ഞായറാഴ്ച നിക്കാഹിന്റെ വേദിയായി. പ്രളയക്കെടുതിയിൽ കുണ്ടൂരിലെ വീട് വെള്ളത്തിനടിയിലായപ്പോൾ നിശ്ചയിച്ചുറപ്പിച്ച മകളുടെ നിക്കാഹ് മാറ്റിവെക്കാനായിരുന്നു കുണ്ടൂർ പ്ലാക്കൽ ഹാഷിമും ഭാര്യ സാബിറയും ബന്ധുക്കളും തീരുമാനിച്ചത്. വിവാഹത്തിന്റെ ക്ഷണവും ഒരുക്കങ്ങളും നടത്തിയ ശേഷമായിരുന്നു വീട് വെള്ളത്തിലായത്. തുടർന്ന് കുഴൂർ SNDP ഹാളിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നതിനിടെയാണ് മകളുടെ നിക്കാഹ് മാറ്റിവെക്കാൻ ഒരുങ്ങിയത്. ഇക്കാര്യം അറിഞ്ഞപ്പോഴാണ് SNDP മാള യൂണിയൻ വൈസ് പ്രസിഡന്റ് രജീഷ് മാരിക്കലും ശാഖാഭാരവാഹികളും പ്രവർത്തകരും ചേർന്ന ഹാൾ സൗജന്യമായി വിട്ടു നൽകുമെന്ന് അറിയിച്ചത്. കൊച്ചുകടവ് മഹല്ല ജുമാ മസ്ജിദ് പള്ളി ഹാളിൽ വെച്ച് നടത്താനിരുന്ന വിവാഹ ചടങ്ങ് SNDP ഹാളിൽ വെച്ച് നടത്താനുള്ള ക്ഷണം ലഭിച്ചതോടെ ഹാഷിമിനും ബന്ധുക്കൾക്കും ഇരട്ടി സന്തോഷമായി. മദ്രസ താൽക്കാലിക അധ്യാപകനായ ഹാഷിമിന് മറ്റൊരു ഹാൾ കണ്ടെത്തി മകളുടെ വിവാഹം നടത്തുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല. ഹാൾ വിട്ടുകിട്ടുമെന്നായപ്പോൾ പിന്നീടുള്ള ദിവസങ്ങൾ ഒരുക്കങ്ങൾ തകൃതിയായി നടന്നു. ഒരു ബന്ധവുമില്ലാതിരുന്ന കുഴൂരിലെ ശാഖാഭാരവാഹികളെയും ക്യാമ്പിലെ സഹായികളായ നാട്ടുകാരെയും കൂടി വിവാഹം ക്ഷണിച്ചു. ദുരിതാശ്വാസ ക്യാമ്പ് പോലെ വിവാഹ നടത്തിപ്പിനും അവർ ഒത്തുചേർന്ന് മറ്റൊരു മാതൃക സൃഷ്ടിക്കുകയായിരുന്നു. പട്ടേപ്പാടം സ്വദേശിയായ ഷഹബാസ് ഷഹനാസിനെ താലികെട്ടുമ്പോൾ ആശീർവദിക്കാനും ആശംസകൾ നേരാനും നാട്ടുകാരും SNDP ഭാരവാഹികളും എത്തിയിരുന്നു. വീട് മാത്രമല്ല, വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്ന പള്ളിയും ഹാളും വെള്ളത്തിലായതോടെ എല്ലാ ഒരുക്കങ്ങളും വെള്ളത്തിലാകുമെന്ന ആശങ്കയിലായിരുന്നു. പ്രളയക്കെടുതിയും തുടർന്ന് അനുഭവിച്ച വേദനകളും ഓർക്കുമ്പോൾ ഷഹനാസിന്റെ അമ്മ സാബിറ വിവാഹവേദിയിലും വിതുമ്പുകയായിരുന്നു. ജാതിമത ഭേദമില്ലാതെ ഒരു നാട് ഒന്നിച്ചപ്പോൾ ഷഹനാസിന്റെ വിവാഹം ആഘോഷമാക്കി മാറുകയായിരുന്നു. TCV ന്യൂസ്, മാള. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ പാഴിയോട്ടുമുറിയിൽ കലുങ്ക് പാലം തകർന്ന് കുഴി രൂപപ്പെട്ടത് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. പാലത്തിന്റെ ഒരു വശത്തിനോട് ചേർന്നാണ് വലിയ കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. ആലത്തൂർ ഗുരുവായൂർ സംസ്ഥാന പാതയോടുകൂടിയ ഈ റോഡിലൂടെ ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് സഞ്ചരിക്കുന്നത്. വീതി കുറവുള്ള പാലമായതിനാൽ എതിരെ വരുന്ന വാഹനങ്ങൾ വശമൊതുക്കി സഞ്ചരിക്കുമ്പോഴാണ് അപകട സാധ്യത കൂടുന്നത്. രാത്രികാലങ്ങളിൽ ബൈക്ക് യാത്രികർ കുഴിയിൽ മറിഞ്ഞു വീണ് പരിക്ക് പറ്റുന്നതും പതിവായിരിക്കുകയാണ്. അപകടക്കെണിയായി മാറിയ കുഴി രൂപപ്പെട്ട മാസങ്ങളായിട്ടും കുഴി അടയ്ക്കാൻ പൊതുമരാമത്ത് അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. വിവാഹ സദ്യയിൽ ആർഭാടം ഒഴിവാക്കി വധൂവരന്മാരുടെ കുടുംബങ്ങൾ 1.5 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. അരിമ്പൂർ സ്വദേശി കൈപ്പള്ളി വിഷ്ണുവിന്റെയും ഡോക്ടർ പൗർണമിയുടെയും വിവാഹമാണ് കാരുണ്യ പ്രവൃത്തിയാൽ ശ്രദ്ധേയമായത്. വിവാഹ ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി MLAയും ചേർന്ന് തുക ഏറ്റുവാങ്ങി. തൃശൂർ കോർപ്പറേഷൻ മേയർ അജിത ജയരാജൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത മോഹൻദാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവാഹ ചെലവ് ചുരുക്കി ഷിബിയും അഞ്ജലിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ നൽകി.
ചെങ്ങാലൂർ സൂര്യഗ്രാമം കാക്കനാടൻ ബാബുവിന്റെ മകൻ ഷിബിന്റെയും നന്ദിക്കര കൈതവളപ്പിൽ സുന്ദരന്റെ മകൾ അഞ്ജലിയുടെയും വിവാഹ ചിലവിൽ നിന്നാണ് തുക നൽകിയത്. ചടങ്ങിനെത്തിയ മന്ത്രി സി രവീന്ദ്രനാഥ് സഹായം ഏറ്റുവാങ്ങി. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ശിവരാജൻ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രളയത്തിൽ മുങ്ങിയതോടെ തകർച്ചയിലായ വീട്ടിൽ അന്തിയുറങ്ങാൻ കഴിയാതെ ഒരു കുടുംബം. നാട്ടിക ചേർക്കര സ്വദേശി എരണേഴത്ത് പടിഞ്ഞാറ്റയിൽ സുനിൽദാസും കുടുംബവുമാണ് തകർച്ചാ ഭീഷണിയിലായ വീട്ടിൽ കഴിയാനാകാതെ ദുരിതത്തിലായത്. പ്രദേശത്ത് 6 അടിയോളം ഉയരത്തിൽ വരെ വെള്ളം ഉയർന്നിരുന്നു. വെള്ളത്തിൽ മുങ്ങിയതോടെ ചുമരുകൾ പലയിടങ്ങളിലായി വിണ്ടുകീറി. മൺകട്ടകളിൽ തേച്ചു പിടിപ്പിച്ച കുമ്മായം പല ഭാഗങ്ങളിലും അടർന്നു വീണു. ഇതോടെ വീട് അപകടാവസ്ഥയിലായി. സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം താമസം തുടങ്ങിയാൽ മതിയെന്നാണ് വീട്ടുകാർക്ക് അധികൃതർ നൽകിയിട്ടുള്ള നിർദ്ദേശം. സേലത്ത് അപകടത്തിൽ മരിച്ച ഇരിങ്ങാലക്കുട സ്വദേശികളുടെ സംസ്കാരം തിങ്കളാഴ്ച നടക്കും. എടക്കളം സ്വദേശി പൂനാമ്പറമ്പിൽ ഊക്കൻസ് വീട്ടിൽ സിജി വിൻസെന്റ്, ഭാര്യ ഡിനു മേരി ജോസഫ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. തിങ്കളാഴ്ച എടക്കുളം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ സംസ്കാരം നടക്കും. അപകടത്തിൽ ഡിനുവിന്റെ മാതാപിതാക്കളടക്കം 7 മലയാളികൾ മരിച്ചിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭീതി പരത്തി എലിപ്പനി. മറ്റത്തൂരിൽ എലിപ്പനി ബാധിച്ച യുവാവ് മരിച്ചു. എലിപ്പനിക്കെതിരെ ആരോഗ്യവകുപ്പിന്റെ അതീവ ജാഗ്രതാ നിർദ്ദേശം. ഇന്ധനവില കുതിക്കുന്നു. 2 ആഴ്ചയ്ക്കിടെ പെട്രോളിന് 1.25 രൂപയും ഡീസലിന് 2 രൂപയും വർദ്ധിച്ചു. അതിരപ്പള്ളി ഡാം വേണമെന്ന നിലപാട് ആവർത്തിച്ച വൈദ്യുതി മന്ത്രി എം മണി. ഡാമിനു വേണ്ടി മുന്നണിയിൽ സമവായത്തിന് ശ്രമിക്കുമെന്ന് മന്ത്രി. പ്രളയക്കെടുതിയിൽ പാഠപുസ്തകങ്ങൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച മുതൽ പുസ്തകങ്ങൾ വിതരണം ചെയ്യും. SSLC പരീക്ഷ നീട്ടിവെക്കാൻ സാധ്യത. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.